നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി മിഥുൻ രാജ്. 35 വയസ്സ്, 5'7" ഹൈറ്റ്, 70 kg വെയിറ്റ്. രേവതി നക്ഷത്രം. MBA ആചാര്യ ബിസിനസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ബാംഗ്ലൂരിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ HDFC എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. അച്ഛൻ രാജേന്ദ്രൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. ദീപ പി ഗവൺമെന്റ് എംപ്ലോയിയാണ്. ബ്രദർ മാധവ് രാജ് ജർമ്മനിയിൽ MS ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് മലപ്പുറത്ത് നിലമ്പൂരാണ് അവര് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടെ മിഥുൻ രാജിനെ കുറിച്ച് പറയാം. 35 വയസ്സ്, 5'7" ഹൈറ്റ്, 70 kg വെയിറ്റ്. രേവതി നക്ഷത്രം. MBA ആചാര്യ ബിസിനസ് സ്കൂൾ, ബാംഗ്ലൂരിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ HDFC എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഫാദർ രാജേന്ദ്രൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. ദീപ ഗവൺമെന്റ് എംപ്ലോയി, അമ്മ. ബ്രദർ വന്നിട്ട് മാധവ് രാജ് ജർമ്മനിയിൽ MS ചെയ്യുന്നു. നിലമ്പൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, മലപ്പുറത്ത് നിലമ്പൂര്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. ഇവരുടെ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിവാഹപ്രായം എത്തിയ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അച്ഛനമ്മമാര് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനാവശ്യമായിട്ട് പലപ്പോഴും ടെൻഷൻ അടിക്കും, ചിലപ്പോൾ ആവശ്യത്തിന് ടെൻഷൻ അടിക്കും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. വിവാഹപ്രായമെത്തിയ കുട്ടികളുള്ള വീട്ടിൽ അച്ഛനമ്മമാർ ആ കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കാം. എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ എല്ലാം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഹൈറ്റ്, ജോബ്, എഡ്യൂക്കേഷൻ, നാട്, വീട്, ഈ വക കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അവർക്ക് കാര്യമായിട്ട് പറയാനുണ്ടാകും. അത് മൊത്തം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്താണ് പറയുന്നത് എന്നുള്ളത്. ചിലർ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ബാംഗ്ലൂരിലുള്ള കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന്. രണ്ടാമത്, വിവാഹം വേണം എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നാഗങ്ങൾ, വെളുത്തങ്കാവ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ തറവാട് കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ദൈവികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടാകാം. അവരെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അടുത്തത്, നല്ല ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. എന്താണ് ഈ നല്ല പ്രൊഫൈൽ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ചകൾ, ജാതകത്തിനെ പറ്റി അനാവശ്യമായ വിവരണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, 2.5 ദോഷം, 1.5 ദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി കൊടുക്കാതിരിക്കലാണ് നല്ലത്. എല്ലാവരും ജ്യോതിഷനെ കണ്ട് നോക്കി കൃത്യത ഉറപ്പുവരുത്തലാണ് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. അല്ലാതെ നമ്മളായിട്ടൊരു മുൻവിധി നടത്തരുത്. ഇത്ര ദോഷമുണ്ട്, അത്ര ദോഷമുണ്ട്, അതൊന്നും നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വച്ച കാര്യങ്ങളല്ല ജ്യോതിഷം. ജ്യോതിഷം വേറെ ഒരു വലിയ ശാസ്ത്രമാണ്, അത് സയൻസാണ്. അത്
മൊത്തം പഠിച്ചിട്ടുള്ള ചുരുക്കം ആളുകളെ ഉള്ളൂ. ഇപ്പോഴെല്ലാം വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറയുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ കഴിയുന്നതും അത് സ്റ്റോപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഹോറോസ്കോപ്പ് എക്സ്ചേഞ്ച് ചെയ്യാം. ചോദിക്കുന്നവർക്ക് ഹോറോസ്കോപ്പ് കൊടുത്തോളൂ, അവർ ജോത്സ്യനെ പോയിട്ട് കാണട്ടെ. അല്ലാണ്ട് നിങ്ങൾ ഇത്ര ദോഷമുണ്ട്, കുജദോഷമുണ്ട്, രാഹുദോഷമുണ്ട് എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. അവർക്ക് വായിക്കുമ്പോൾ തന്നെ പേടിയാവും. അത് കഴിഞ്ഞാൽ പഠിപ്പ്, എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്നത് പലരും കാണാം. M.Tech, B.Tech, BA, BCom എന്നൊക്കെ പറഞ്ഞ് എഴുതും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എഴുതില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫോറിൻ കൺട്രികളിൽ പഠിച്ചവരുണ്ടാകാം, അന്യ സംസ്ഥാനങ്ങളിൽ പഠിച്ചവരുണ്ടാകാം, ഇലൈറ്റ് കോളേജുകളിൽ പഠിച്ചവരുണ്ടാകാം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. അടുത്തത് ജോലി സ്ഥലം, ജോലി, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്തായിട്ടാണ് ഡെസിഗ്നേഷൻ, എന്താണ് നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ തന്നിരിക്കുന്നത്, നിങ്ങളുടെ സാലറി എത്രയുണ്ട്. സാലറി ഒക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. കൃത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ഹോം സാലറി അല്ല സാലറി, കയ്യിൽ കിട്ടുന്ന ശമ്പളമല്ല ശമ്പളം. നിങ്ങൾക്ക് ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും, CTC എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോർപ്പറേറ്റ് കമ്പനികളൊക്കെ അയച്ചാൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോസ്റ്റ് കമ്പനി. അത് കൃത്യമായിട്ട് നോക്കി അത് എഴുതുക. ചിലർ ഇൻസെൻറ്റീവ് കൂടി ആഡ് ചെയ്യേണ്ടി വരും, ബോണസ് ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു എമൗണ്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ തുകയ്ക്കാണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈൽ നന്നായി ഉണ്ടാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഏതാണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 1-2 പേരെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. വലിയ പേരും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒറ്റപ്പാലത്ത് നിന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരത്തു നിന്നായിരിക്കും കോള് വരിക. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമുക്ക് തിരുവനന്തപുരംകാരോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഒരു ബന്ധു വീടാവുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാനും അവിടെ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ രീതികൾ പലതും അല്ല അവരുടെ രീതികൾ. മലയാളം സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പല കാര്യങ്ങൾക്കും മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അതൊരു വാസ്തവമാണ്. ആ വാസ്തവം മനസ്സിലാക്കിയിട്ട് വേണം മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് കുറേ കോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വന്നുകൊണ്ട് ഒരു കാര്യമില്ല. അതിനുശേഷം ഈ രജിസ്ട്രേഷന് ശേഷം അവരോട് കൃത്യമായിട്ട് ചോദിക്കണം, എത്ര രൂപയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണ്, കല്യാണ സമയത്ത് എത്ര രൂപ വാങ്ങിക്കും. പലരും വാങ്ങിക്കുന്നൊരു എമൗണ്ടാണ് കല്യാണ സമയത്ത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുക. ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉള്ള ഒരു മംഗളകരമായ ഒരു ചടങ്ങാണ്. അത് ഒരു കാരണവശാലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവരുത്. കഴിയാവുന്നത്ര ടെൻഷൻ ഫ്രീ, നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങും. പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈൽ മക്കളെ കാട്ടുക. മക്കൾക്ക് ഓക്കെയാണ്, ഫർദർ മുന്നോട്ട് പോകാനായിട്ട് പറയും. പ്രൊവൈഡഡ് ഫോട്ടോ കാര്യങ്ങൾ അവർ കണ്ടു കഴിഞ്ഞാലേ പറയുള്ളൂ. അപ്പോൾ ഫോട്ടോ വാങ്ങിക്കുക. ഫോട്ടോ വാങ്ങിച്ചതിന് ശേഷം മക്കളെ കാട്ടി ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുകയാണ് അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൺകുട്ടിക്ക് നമ്പർ പെൺകുട്ടിക്കും, പെൺകുട്ടിയുടെ നമ്പർ ആൺകുട്ടിക്കും. അവർ തമ്മിൽ വാട്സാപ്പിലൂടെ ഒരു പരിചയം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണലാണ് വളരെയധികം നല്ലത് എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പുറത്ത് വെച്ച് കാണുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾ കാര്യങ്ങൾ പറയും. വല്ല ലവ് അഫെയറോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലവ് അഫെയർ ഉണ്ട്, നീ വേറെ നോക്കിക്കോളൂ. മറ്റേത് വീട്ടിൽ അച്ഛൻ അമ്മയൊക്കെ പേടിച്ചിട്ടൊന്നും പറയാതിരിക്കും.
പുറത്ത് വെച്ചാകുമ്പോൾ ഈ പേടികളൊന്നുമില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറയും, അത് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷൻ, വീട്, നാട്, ജോബ്, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. വല്ല മെഡിസിൻ കഴിക്കുന്നുണ്ടോ, വല്ല ലോണുകളൊക്കെ ഉണ്ടോ, ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോയും ഇടുന്നുണ്ട്. ഈ പറഞ്ഞ കുട്ടിയുടെ മിഥുൻ രാജിൻ്റെ ഫോട്ടോയും ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ വള്ളുവനാട് മാട്രിമോണിയുമായിട്ട് ബന്ധപ്പെടുക. ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.